അവൻ ആരാണെന്ന് കൃത്യമായിട്ട് ഞാൻ അറിഞ്ഞിരിക്കും. അതിനാർക്കും ഒരു സംശയം വേണ്ട. ഈ അടിക്ക് തിരിച്ചടി കൊടുക്കാൻ ശ്രീനിവാസൻ അറിയാം. മോളെ എന്തായാലും പറ്റിയോ? നീ ആരാടാ? ആരാടാ നീ? നീ എന്തിനാ എന്റെ മോളെ കൊല്ലാവുന്നേ? പറടാ. ആര് പറഞ്ഞിട്ടാടാ നീ എന്റെ വീട്ടിനകത്ത് കയറിയത്? സത്യം പറഞ്ഞോ? പറയാൻ സാറേ, സാറേ വേണ്ട വേണ്ട സാറേ വേണ്ട. ഒറ്റയ്ക്ക് അവന്മാരുടെ പിന്നാലെ പോകണ്ട. അവന്മാരങ്ങനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു. മോക്കൊന്നും പറ്റില്ലല്ലോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അനിയ, അനിയ, എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ഗുളിക കഴിച്ചു കിടന്നതുകൊണ്ട് ബോധം കെട്ടങ്ങ് ഉറങ്ങിപ്പോയി. അയ്യോ, എന്താ ഇവിടെ ചോര? സാറേ, ഇതെന്തു പറ്റി? ആരാണെന്ന് അറിയില്ല. രണ്ടുപേരും മോളുടെ മുറിയിലേക്ക് കയറി വന്നിട്ട് അവളെ കൊല്ലാൻ നോക്കി. എന്തേ കേക്കണേ? നമ്മുടെ വീടിനകത്താണോ ഈ സംഭവിച്ചേ? ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കണം. എന്തായാലും കേസ് കൊടുക്കാതെ പറ്റില്ല. അവര് വന്ന് അന്വേഷിക്കട്ടെ അനിയ. ഇവിടെ മനുഷ്യർക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണ്ടേ? തൽക്കാലം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റില്ല. നാളെ നേരം വിളിക്കുമ്പോൾ മോളുടെ എൻഗേജ്മെന്റ് അല്ലേ. അതിനിടയിൽ ഒരു പോലീസ് അന്വേഷണവും ബഹളവും ഒന്നും പാടില്ല. സാറേ, അവരാരാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഇനി ഇങ്ങനെ ഉണ്ടാവില്ലേ? അതൊന്നും ഉണ്ടാവില്ല ശാന്തി. ശ്രീനിവാസന്റെ വീട് കയറി വന്ന് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലേ അവൻ ആരാണെന്ന് കൃത്യമായിട്ട് ഞാൻ അറിഞ്ഞിരിക്കും. അതിനാർക്കും ഒരു സംശയം വേണ്ട. ഈ അടിക്ക് തിരിച്ചടി കൊടുക്കാൻ ശ്രീനിവാസൻ അറിയാം. മോളെ മോളെ എന്റെ മോള് പേടിച്ചില്ലല്ലോ? അതായിരുന്നു അച്ഛൻ്റെ ഭയം. പേടിക്കണ്ട കേട്ടോ. ജീവൻ തരാൻ തയ്യാറായിട്ട് ഞാനുള്ളപ്പോ മോക്കൊന്നും സംഭവിക്കില്ല. ഹലോ മോളെ, ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുക. നിങ്ങളിപ്പോ എവിടെയാ? ദേ, ഇവിടുന്നൊക്കെ ഇപ്പൊ എല്ലാവരും ഹാളിലേക്ക് ഇറങ്ങാൻ നിൽക്കാം. ഹാളിന്റെ അഡ്രസ് ഒക്കെ കിട്ടിയില്ലേ? കിട്ടി. ഞങ്ങൾ പെട്ടെന്ന് വരാം. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ആണ്. കൃഷ്ണന്റെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ അവിടെ എത്തിയ ആരും അറിയാതെ നമുക്ക് തിരിച്ചു പോരാം. പിന്നെ മമ്മി, ഇന്നലെ രാത്രി ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താ? ഇന്നലെ രാത്രിയില് അനിയ സാറിന്റെ ചങ്കൂറ്റ് സമ്മതിക്കണം. ആ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലേ ആ വന്നവരെ എല്ലാവരെയും കൊന്നേനെ. മോക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, അത് നന്നായി. അല്ല, ആ കാലിലെ പ്ലാസ്റ്റർ ഒക്കെ വെച്ചിട്ടാണോ നീ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ പോകുന്നത്?
ഇല്ല മമ്മി, രാവിലെ തന്നെ പ്ലാസ്റ്റർ ഒക്കെ എടുത്തു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമായി. ഇനിയിപ്പോ കൃഷ്ണയ്ക്ക് വേഷം മാറാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ മോളെ, സംസാരിച്ച് നിൽക്കാനായിട്ട് സമയമില്ല, ഞങ്ങൾ ഇറങ്ങുക. ദേ, ഓഡിറ്റോറിയത്തിൽ എത്തുന്നത് വരെ ഒരാൾക്കും ഒരു സംശയം ഉണ്ടാവാതെ സന്തോഷിച്ച് ചിരിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കണം. മനസ്സിലായോ? ശരി ശരി, ഞാൻ നോക്കിക്കോളാം. ആ, എല്ലായ്പ്പോഴും പറയാറുള്ളതാ. പക്ഷെ അവസാന നിമിഷത്തിൽ നിന്റെ നിയന്ത്രണം അങ്ങ് തെറ്റും. ഇക്കാര്യത്തിലെങ്കിലും അതുണ്ടാവരുത്. കേട്ടല്ലോ? ആ, ഒന്നും ഉണ്ടാവില്ല. മമ്മി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. നമുക്കിറങ്ങാൻ സിനി. വരും മോളെ. ഇതുപോലെ കുറെ നാടകങ്ങൾക്ക് എനിക്ക് നിന്നെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. സോറി കേട്ടോ. വാ, ഇറങ്ങാം. കൃഷ്ണ വാ വാ. തിരുമേനി, ഓ, കാര്യങ്ങളെല്ലാം റെഡി ആയില്ലേ? എല്ലാം റെഡിയാണ്. ആ ആ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണോ? അതറിയിക്കുന്നില്ലേ? ഞാനൊന്നും അങ്ങോട്ട് ചെല്ലട്ടെ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതെ. ഒന്നും പേടിക്കണ്ട. ഇതിപ്പോഴെങ്ങനെ കഴിയൂടോ? എല്ലാം കഴിഞ്ഞു സാറേ. എടോ, ആ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടല്ലോ അല്ലേ? എന്റെ പൊന്നു സാറേ, സാർ ഇന്നത്തെ ദിവസം നേരം വെളുത്തിട്ട് 10ാമത്തെ തവണയാ ഈ കാര്യം എന്നോട് ചോദിക്കുന്നേ. ഇതെന്താ ശാന്തി നീ ഇങ്ങനെ? അത് നിനക്ക് മോളുടെ അടുത്ത് പോയി നിന്നൂടെ? ഇവിടെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഒരു വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്ത് പെണ്ണിന്റെ അമ്മയാണോ ഇവിടെ സഹായത്തിന് വന്ന് നിൽക്കുന്നേ? ഇത്രയും ആളുകളുള്ളവര് പോരെ? സാറേ നമസ്കാരം. നമസ്കാരം. എന്താടോ ദുബായ്, ഒരു ചടങ്ങിന് വിളിച്ച ഈ നേരത്താണോ വന്നു കയറുന്നേ? ഞാൻ കരുതിയത് നേരം വെളുക്കുമ്പോ തന്നെ താൻ ഇവിടെ ഉണ്ടാവുന്ന. ഞാൻ വിചാരിച്ചു ചടങ്ങുകളൊക്കെ പുഴയോരം വീട്ടിലായിരിക്കുമെന്ന്. അവിടെ ആയിരുന്നെങ്കിൽ രാവിലെ അങ്ങ് വന്നേനെ. അപ്പോഴല്ലേ ഇങ്ങോട്ട് മാറ്റിന്ന് പറയുന്നേ. കല്യാണം എന്തായാലും പുളിയോരം വീട്ടിൽ വെച്ച് തന്നെ, അതിന് യാതൊരു സംശയമില്ല. ആ എന്താ സുരന്തേ ഒന്നും മിണ്ടാതിരിക്കുന്നേ? സാറിന്റെ സന്തോഷം കണ്ടു നിൽക്കാൻ തന്നെ ഒരു രസമല്ലേ? ആ അതെ, ഞാനൊരു മര്യാദയ്ക്ക് നിങ്ങളെ മൂന്നുപേരെയും ക്ഷണിച്ചതേ ഉള്ളൂ കേട്ടോ. നിങ്ങളെ വിളിക്കാനുള്ളത് കൃഷ്ണ വിളിച്ചു എന്ന് എനിക്കറിയായിരുന്നു. പിന്നെ കൃഷ്ണ പ്രത്യേകം വിളിച്ചു സാറേ. ആ എന്നാ പിന്നെ സുരന്തേ മോളിക്കുട്ടിയോട് അങ്ങോട്ട് ചെല്ലേ. മോളെ ഒന്ന് ഒരുക്കണം. ആ പയ്യന്റെ വീട്ടുകാർ വരാനുള്ള സമയമായേ. ഇവിടെ ദുബായ്, താൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. ഞാൻ പുറത്ത് 1-2 കാര്യങ്ങളുണ്ട്, ഒന്ന് പോയിട്ട്.